മക്കത്ത് എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ട് അമല് ചെയ്യാൻ ഇസ്ലാം പറയണില്ല. അവിടെ ആര് ഭരിക്കുന്നു അവരുടെ കയ്യിലാണ് സംഗതി. അപ്പൊ ഒരു കാര്യം ഏതാണെങ്കിലും തീരുമാനമായി. ഇവരുടെ അനുയായികൾ സാധാരണ റബീഉൽ അവ്വൽ മാസമായാലുള്ള ഒരു പ്രചാരണമുണ്ട്. നിങ്ങൾ ഈ പല ആളുകൾക്കും അറിയാം. മക്കത്ത് മൗലീദ്, മദീനത്ത് മൗലീദ്, മസ്ജിദ് നബവിയിൽ ഖുത്ബയിൽ ഖത്തീബ് മൗലീദ് ഓതി, സുദൈസ് മൗലീദ് ഓതി, മക്കത്ത് മൗലീദ് നടന്നു എന്ന പ്രചാരണം കൊണ്ട് ഒരു സ്വൈരം ഉണ്ടാവാറില്ല റബീഉൽ അവ്വൽ മാസം വന്നാൽ. ഇപ്പൊ ഇയാൾ പറയുന്നു മക്കയും മദീനയും നോക്കി ഇസ്ലാമിലൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഏതാണെങ്കിലും ഈ ഒരു സത്യം നിങ്ങൾ തുറന്നു പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ മുസ്ലിയാരോട് വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുസ്ലിയാർ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ അനുയായികളോടും ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്ത്? ഈ മക്കത്ത് മൗലീദ് ഉണ്ട്, അതല്ലെങ്കിൽ മദീനത്ത് മൗലീദ് ഉണ്ട് എന്ന ഈ കള്ളപ്രചാരണം ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അത് അനുയായികളോടൊന്ന് കൃത്യമായ നിലക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി എന്തുകൊണ്ടാണ് മക്കത്തും മദീനത്തൊന്നും മൗലീദ് ഇല്ലാത്തത്? ഔദ്യോഗികമായി ഗവൺമെന്റ് തലത്തിൽ മൗലീദ് ആഘോഷിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നബിദിനം ആഘോഷിക്കുന്നുണ്ടോ? മുസ്ലിയാർ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. അപ്പോൾ മക്കത്തും മദീനത്തും പല വീടുകളിലും ഭംഗിയായി നടക്കുന്നുണ്ട്, ഗവൺമെന്റ് നടത്തുന്നില്ല. എന്താ അതിന്റെ കാരണം? ഓക്കെ, അപ്പോൾ മക്കത്തും മദീനത്തൊക്കെ പല വീടുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? മൗലീദ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വീടുകളിൽ ഇപ്പോൾ മൗലീദ് മാത്രമല്ല പല തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ അധികാരികൾ പിടിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിയമപാലകർ, ബന്ധപ്പെട്ട ആളുകൾ അറിയുമ്പോൾ അതിൻ്റെതായ നടപടികൾ ഉണ്ടാവും. അപ്പോൾ വീടുകളിൽ നടക്കുന്നതല്ലല്ലോ തെളിവ്. അപ്പോൾ ഗവൺമെന്റ് ഏതാണെങ്കിലും ഔദ്യോഗികമായി നടത്തുന്നില്ല എന്ന് ഈ മുസ്ലിയാർ സമ്മതിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ഇനി ഏതാണെങ്കിലും ആ നിലക്കുള്ള പ്രചാരണത്തിന് യാതൊരു വകയില്ല. അപ്പൊ ഇനി ആരും അത് വിശ്വസിക്കണ്ട കേട്ടോ. മക്കത്തും മദീനത്തും മൗലീദ് ഉണ്ട് എന്ന് പറഞ്ഞ ഇവരുടെ പ്രചാരണത്തിൽ ഇനി ആരും കുടുങ്ങണ്ട. ഇയാൾ തന്നെ പറയുന്നു ഗവൺമെന്റ് തലത്തിൽ ഔദ്യോഗികമായ നിലക്ക് നബിദിനാഘോഷം നടക്കുന്നില്ല. ഇനി എന്താണ് അതിന്റെ കാരണം? അതും ഈ മുസ്ലിയാർ പറയട്ടെ. ഹിജാസിന്റെ അധികാരം കയ്യിലേക്ക് വന്നപ്പോ അവിടെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയാദർശങ്ങൾ നടപ്പാക്കി മക്ബറകൾ പൊളിച്ചു കളഞ്ഞു, മൗലിദാഘോഷം നിർത്തലാക്കി. കേവലം 100 കൊല്ലമായിട്ടുള്ളൂ. അല്ല മുസ്ലിയാരെ, 100 കൊല്ലത്തിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് 1400 കൊല്ലത്തിന്റെ കണക്കെടുക്കാം. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി നിലനിന്നിരുന്നു, അത് അദ്ദേഹം നിർത്തലാക്കി എന്നാണല്ലോ അതിൽ മനസ്സിലാവുക. അപ്പൊ ഞാൻ ഈ മുസ്ലിയാരോട് ചോദിക്കട്ടെ, ശരി എങ്കിൽ ഇസ്ലാമിൽ അതൊരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ അപ്പൊ നിർത്തലാക്കി എന്ന് പറയുന്നതിലല്ലേ അർത്ഥമുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിയാരോട്, എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് നബിദിനാഘോഷം ഉണ്ടായിരുന്നോ? മറുപടി നിങ്ങൾ പറയണം. സ്വഹാബത്തിന്റെ കാലത്ത് നബിദിനാഘോഷം ഉണ്ടായിരുന്നോ? ഖുലഫാഉർ റാഷിദുകൾ ഭരണം നടത്തുന്ന കാലത്ത് നബിദിനാഘോഷം ഉണ്ടായിരുന്നോ? താബിഉകളുടെ കാലത്ത് നബിദിനാഘോഷം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം.